ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല സോണറ്റ് 1. സർ ഫിലിപ്പ് സിഡ്നിയുടെ ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന വിഖ്യാത സോണറ്റ് പരമ്പരയിലെ ഒന്നാമത്തെ കവിതയായ ലവിങ് ഇൻ ട്രൂത്ത് ആൻഡ് ഫെയിൻ ഇൻ വേഴ്സ് മൈ ലവ് ടു ഷോ എന്ന കൃതിയുടെ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 1580കളുടെ തുടക്കത്തിൽ എഴുതപ്പെടുകയും കവിയുടെ മരണശേഷം 1591 പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സോണറ്റ് പരമ്പരയായി കണക്കാക്കപ്പെടുന്നു. 108 സോണറ്റുകളും 11 ഗാനങ്ങളും അടങ്ങിയ ഈ കൃതി ഇംഗ്ലീഷ് റിനൈസാൻസ് അഥവാ ഇംഗ്ലീഷ് നവോത്ഥാന കാലഘട്ടത്തിൽ സോണറ്റ് രൂപത്തെ വളരെ ജനപ്രിയമാക്കി മാറ്റി. കവിതയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾക്കും ചില അർത്ഥങ്ങളുണ്ട്. ഗ്രീക്ക് വാക്കുകളായ ആസ്റ്റർ അഥവാ നക്ഷത്രം, ഫിൽ അഥവാ കാമുകൻ എന്നിവയിൽ നിന്ന് രൂപപ്പെട്ട പേരാണ് ആസ്ട്രോഫിൽ, അതായത് നക്ഷത്രത്തെ പ്രണയിക്കുന്നവൻ. കവിതയിലെ മറ്റൊരു കഥാപാത്രമാണ് സ്റ്റെല്ല. ലാറ്റിൻ ഭാഷയിൽ സ്റ്റെല്ല എന്ന പദത്തിനർത്ഥം നക്ഷത്രം എന്നാണ്. ഈ പേരുകൾ ഭൂമിയിൽ ജീവിക്കുന്ന കാമുകനും ആകാശത്ത് അകലെ തിളങ്ങി നിൽക്കുന്ന കാമുകിയും തമ്മിലുള്ള ഒരിക്കലും നികത്താനാവാത്ത ദൂരത്തെ പ്രതിവൽക്കരിക്കുന്നു. കവി സ്വന്തം പ്രണയ പരാജയത്തെയാണ് കവിതയിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഫിലിപ്പ് സിഡ്നി എലിസബത്തൻ കാലഘട്ടത്തിലെ തികഞ്ഞ ഒരു കൊട്ടാരവാസിയായിരുന്നു. അദ്ദേഹം ഒരേ സമയം പട്ടാളക്കാരനും നയതന്ത്രജ്ഞനും പണ്ഡിതനും കവിയുമായിരുന്നു. സ്റ്റെല്ല എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ സിഡ്നി പ്രണയിച്ചിരുന്ന ലേഡി പെനലപ്പ് ഡെവറോക്സ് എന്ന പ്രഭുകുമാരിയെ സൂചിപ്പിക്കുന്നു. സിഡ്നിയുമായി ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതാണെങ്കിലും പിന്നീട് അത് മുടങ്ങുകയും അവർ ലോർഡ് റോബർട്ട് റിച്ചിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. തനിക്കൊരിക്കലും ലഭിക്കാത്ത പ്രണയത്തോടുള്ള ആസ്ട്രോഫില്ലിന്റെ തീവ്രമായ ആഗ്രഹവും നിരാശയുമാണ് ഈ സോണറ്റുകളിൽ ഉടനീളം കാണുന്നത്. ഈ ഒന്നാമത്തെ സോണറ്റ് കവിതാ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ മാനിഫെസ്റ്റോ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. കൃത്രിമവും സാങ്കേതികവുമായ രീതികൾ കവിതയെഴുത്തിൽ എങ്ങനെ പരാജയപ്പെടുന്നു എന്ന് ഈ കവിത കാണിച്ചു തരുന്നു. യഥാർത്ഥ കല എന്നത് പാരമ്പര്യത്തെ അനുകരിക്കലല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളെ പ്രകടിപ്പിക്കലാണെന്ന് കവി സമർത്ഥിക്കുന്നു. പരമ്പരാഗത പെട്രാർക്കിയൻ അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ സോണറ്റ് ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി സിഡ്നി ഇവിടെ ഒരു സങ്കര രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 വരികൾ വീതമുള്ള 3 ക്വാട്രെയിനുകളും അവസാനം 2 വരികളുള്ള ഒരു റൈമിംഗ് കപ്ലറ്റുമാണ് കവിതയിലുള്ളത്. എ ബി എ ബി എ ബി എ ബി സി ഡി സി ഡി ഇ ഇ എന്ന റൈമിംഗ് സ്കീമിലാണ് കവിത എഴുതിയിട്ടുള്ളത്. അയാംബിക് ഹെക്സാമീറ്ററിലാണ് കവിത എഴുതിയിട്ടുള്ളത്, അതായത് ഒരു വരിയിൽ 12 സിലബിൾസ്. ഭൗതികമായ പശ്ചാത്തലമല്ല, മറിച്ച് പൂർണ്ണമായും മനഃശാസ്ത്രപരമായ രീതിയിലാണ് കവിത എഴുതിയിട്ടുള്ളത്. കവിയുടെ ചിന്താക്കുഴപ്പങ്ങളും നിരാശയും നിറഞ്ഞ മനസ്സിലാണ് കവിത നടക്കുന്നത്. ആസൂത്രിതമായ ശുഭപ്രതീക്ഷയിൽ നിന്നും കവിത തുടങ്ങുന്നു. തുടർന്ന് കഠിനമായ സർഗാത്മക തളർച്ചയിലേക്കും സ്വയം കുറ്റപ്പെടുത്തലിലേക്കും കവിത നീങ്ങുന്നു. അവസാന വരിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഉൾക്കാഴ്ചയോടും വ്യക്തതയോടും കൂടി കവിത അവസാനിക്കുന്നതായി കാണാം. നമുക്കിനി കവിതയിലേക്ക് പോകാം. ലവിങ് ഇൻ ട്രൂത്ത് ആൻഡ് ഫെയിൻ ഇൻ വേഴ്സ് മൈ ലവ് ടു ഷോ that she, dear she, might take some pleasure of my pain. Pleasure might cause her read, reading might make her know, knowledge might pity win, and pity grace obtain. ഇവിടെ കവി, അതായത് ആസ്ട്രോഫിൽ, തൻ്റെ പ്രണയം തികച്ചും സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കവിത ആരംഭിക്കുന്നു. ഈ പ്രണയം കവിതയിലൂടെ പ്രകടിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പ്രണയവേദനയെക്കുറിച്ചുള്ള കവിത വായിക്കുമ്പോൾ കാമുകിയായ സ്റ്റെല്ലയ്ക്ക് അതിൽ ആനന്ദം തോന്നിയേക്കാം എന്ന് അവൻ കരുതുന്നു. ഇവിടെ സ്റ്റെല്ലയുടെ മനസ്സ് കീഴടക്കാനായി കവി മനഃശാസ്ത്രപരമായ ഒരു തന്ത്രം മെനയുന്നു.
കവിതയുടെ ഭംഗി കണ്ട്, കവിതയിലെ കവിയുടെ വേദന കണ്ട് സ്റ്റെല്ലയ്ക്ക് ആനന്ദമുണ്ടാകുന്നു. കവിത വായിക്കുന്നത് വഴി കവിയുടെ പ്രണയം അവൾ മനസ്സിലാക്കുന്നു. സ്റ്റെല്ലയോടുള്ള കവിയുടെ പ്രണയം മനസ്സിലാക്കിയതിനെ തുടർന്ന് അവൾക്ക് കവിയോട് കരുണ തോന്നുന്നു. ആ കരുണയുടെ ഫലമായി സ്റ്റെല്ല തന്നെ പ്രണയിക്കുമെന്ന് കവി പ്രതീക്ഷിക്കുന്നു. I sought fit words to paint the blackest face of woe. Studying inventions, find her wits to entertain. Oft turning others' leaves to see if thence would flow some fresh and fruitful showers upon my sunburnt brain. തൻ്റെ തീവ്രമായ ദുഃഖം ചിത്രീകരിക്കാൻ കവി അനുയോജ്യമായ വാക്കുകൾ തിരയുന്നു. സ്റ്റെല്ലയെ ആകർഷിക്കാൻ വേണ്ടി ബുദ്ധിപരമായ സാഹിത്യ തന്ത്രങ്ങളും ശൈലികളും അവൻ പഠിക്കുന്നു. സ്വന്തമായി എഴുതാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം മറ്റ് കവികളുടെ പുസ്തകങ്ങൾ മറിച്ചു നോക്കുന്നു. കഠിനമായ ചിന്തകൾ കാരണം വരണ്ടുപോയ തൻ്റെ തലച്ചോറിന് മറ്റ് കവികളുടെ വരികൾ പുതിയൊരു ഉണർവ് നൽകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. But words came halting forth, wanting invention's stay. Invention, nature's child, flood step dame studies blow, and others' feet still seemed but strangers in my way. Thus great with child to speak, and helpless in my throes, biting my torn pen, beating myself for spite. Fool, said my muse to me, look in thy heart and write. എത്ര തന്നെ ശ്രമിച്ചിട്ടും കവിയുടെ വാക്കുകൾ തടസ്സപ്പെട്ടാണ് പുറത്തു വരുന്നത്. യഥാർത്ഥ സർഗാത്മകത അഥവാ ഇൻവെൻഷൻ അവിടെയില്ലായിരുന്നു. കവി ഇവിടെ മനോഹരമായ ഒരു രൂപകം ഉപയോഗിക്കുന്നു. സർഗാത്മകത എന്നത് പ്രകൃതിയുടെ മകനാണ്. എന്നാൽ നിർബന്ധിത പഠനവും അനുകരണവും ക്രൂരയായ രണ്ടാനമ്മയാണ്. രണ്ടാനമ്മയുടെ അടി പേടിച്ച് ആ കുട്ടി അഥവാ സർഗാത്മകത ഓടിയൊളിച്ചു. മറ്റ് കവികളുടെ വരികളും താളങ്ങളും അവന് വഴിയെ പോകുന്ന അപരിചിതരെ പോലെ തോന്നി. ഉള്ളിൽ പറയാൻ ഒരുപാട് ആശയങ്ങളുണ്ടെങ്കിലും പ്രസവവേദന അനുഭവിക്കുന്ന ഒരു ഗർഭിണിയെപ്പോലെ കവി നിസ്സഹായനായി മാറുന്നു. കടുത്ത നിരാശയിൽ കവി തൻ്റെ പേന കടിച്ചു പറിക്കുകയും സ്വന്തം പരാജയത്തിൽ സ്വയമേ അടിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് കവിയുടെ മ്യൂസ് ഇടപെടുന്നത്. ഒരു കലാകാരന് പ്രചോദനം നൽകുന്ന വ്യക്തിയെയോ ശക്തിയെയോ അല്ലെങ്കിൽ മാനസികാവസ്ഥയെയോ മ്യൂസ് എന്ന് വിളിക്കാം. ഇവിടെ മ്യൂസ് കവിയെ ശാസിച്ചുകൊണ്ട് പറയുന്നു, എടോ വിഡ്ഢി, നീ മറ്റുള്ളവരുടെ പുസ്തകങ്ങളിൽ തിരയുന്നത് നിർത്ത്, നിന്റെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കൂ, എന്നിട്ട് എഴുതൂ. മ്യൂസിൻ്റെ ഈ വാക്കുകളിലൂടെയാണ് കവിത അവസാനിക്കുന്നത്. ഇനി കവിതയിലെ ചില പ്രമേയങ്ങളൊന്ന് പരിചയപ്പെടാം. നല്ല കവിത ഉണ്ടാകുന്നത് കഠിനമായ പഠനത്തിൽ നിന്നോ മറ്റുള്ളവരെ അനുകരിക്കുന്നതിൽ നിന്നോ അല്ല, മറിച്ച് പ്രകൃതിദത്തമായ കഴിവിൽ നിന്നോ സ്വന്തം ഹൃദയത്തിൽ നിന്നോ ആണ്. കവിതയ്ക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന കോട്ട്ലി ലവ് പാരമ്പര്യം ഈ കവിത ഉയർത്തിപ്പിടിക്കുന്നു. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാഹിത്യ സങ്കല്പമാണ് കോട്ട്ലി ലവ് അഥവാ മര്യാദയുള്ള സ്നേഹം. കുലീനതയ്ക്കും ഭക്തിക്കും ആത്മത്യാഗത്തിനും ഊന്നൽ നൽകുന്ന ഒരു തരം ആദർശപരമായ പ്രണയമാണിത്. കവിതയിലെ മറ്റൊരു പ്രമേയമാണ് എഴുത്തുകാരൻ്റെ ആന്തരിക സംഘർഷം അഥവാ റൈറ്റേഴ്സ് ബ്ലോക്ക്. സ്വന്തം വികാരങ്ങളെ വാക്കുകളിലേക്ക് പകർത്താൻ വേണ്ടി ഒരു കലാകാരൻ അനുഭവിക്കുന്ന കഠിനമായ ആന്തരിക വേദനയും നിരാശയും കവിത ചർച്ച ചെയ്യുന്നു. ഇനി കവിതയിലെ സിംബൽസ് അഥവാ പ്രതീകങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അതേഴ്സ് ലീവ്സ് ആൻഡ് ഫീറ്റ്. അമിതമായ അനുകരണം സ്വന്തം സർഗാത്മകതയെ നശിപ്പിക്കുകയും എഴുത്തുകാരൻ്റെ വഴിയിൽ ഒരു തടസ്സമായി അവ മാറുകയും ചെയ്യുന്നു. ഇൻവെൻഷൻ അഥവാ സർഗാത്മകത മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തനിയെ ഉണ്ടാകേണ്ട ഒരു വികാരമാണിത്. ഇതിനെ പണം കൊടുത്തോ കഠിനാധ്വാനം ചെയ്തോ നിർബന്ധിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. സ്റ്റഡി കൃത്രിമമായ അധ്വാനം. സ്വാഭാവിക വികാരങ്ങളെ അവഗണിച്ച് ഇതിന് പ്രാധാന്യം നൽകുമ്പോൾ കലയുടെ യഥാർത്ഥ ജീവൻ നഷ്ടപ്പെടുന്നു. പ്രസവവേദനയെക്കുറിച്ച് കവിതയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത്
കവിതാ നിർമ്മാണ പ്രക്രിയയെയാണ് സൂചിപ്പിക്കുന്നത്. ദ ഹാർട്ട് ആൻഡ് മ്യൂസ്, യഥാർത്ഥ പ്രചോദനത്തെയും ആത്മാർത്ഥതയെയും ഇവ സൂചിപ്പിക്കുന്നു. കവിതയിൽ മ്യൂസ് പുതിയ വാക്കുകൾ നൽകുന്നില്ല, പകരം കവിയെ തൻ്റെ സ്വന്തം ഹൃദയത്തിലേക്ക് തിരിച്ചുവിടുന്നു. ഇനി കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില പോയറ്റിക് ഡിവൈസസ് ഒന്ന് പരിചയപ്പെടാം. കവിതയിൽ ഇൻവെൻഷൻ എന്ന പദം പ്രകൃതിയുടെ മകനായും സ്റ്റഡി എന്ന പദം ക്രൂരയായ രണ്ടാനമ്മയും ചിത്രീകരിക്കുന്നതായി കാണാം. ഇവ പേഴ്സോണിഫിക്കേഷൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. അനാഡിപ്ലോസിസ്, ഒരു വരിയുടെ അവസാന വാക്ക് അടുത്ത വരിയുടെ തുടക്കത്തിൽ ആവർത്തിക്കുന്ന ശൈലിയാണിത്. ഇത് കവിയുടെ ചിന്തകളുടെ കൃത്യമായ യുക്തിയെ കാണിക്കുന്നു. ആൻറ്റിതെസിസ്, പ്ലഷർ അഥവാ സന്തോഷവും പെയിൻ അഥവാ വേദനയും പരസ്പര വിരുദ്ധമായി ഒരേ വരിയിൽ വരുന്നത് പ്രണയത്തിൻ്റെ ആന്തരിക സംഘർഷത്തെ കാണിക്കുന്നു. സിഡ്നിയുടെ ഈ സോണറ്റ് പിൽക്കാലത്ത് വന്ന റൊമാൻറ്റിക് അഥവാ കാൽപ്പനിക കവികളുടെ ആശയങ്ങളെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ബാഹ്യമായ നിയമങ്ങൾക്കപ്പുറം ആത്മാർത്ഥതയ്ക്കാണ് കവിതയിൽ ഒന്നാം സ്ഥാനമെന്ന് സിഡ്നി സമർത്ഥിക്കുന്നു. കവിതയോ പ്രണയമോ വെറും കണക്കുകൂട്ടലുകൾ കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ ഉണ്ടാക്കാൻ കഴിയില്ല. മാത്രമല്ല, എഴുത്ത് എന്നത് കഠിനമായ ഒരു ആഭ്യന്തര യുദ്ധമാണ്. സ്വന്തം വികാരങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്നതുവരെ ഒരു കലാകാരന് യഥാർത്ഥ വരികൾ സൃഷ്ടിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതയാണ് സർ ഫിലിപ്പ് സിഡ്നിയുടെ ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല സോണറ്റ് 1. ഈ കവിതയുടെ ഇംഗ്ലീഷ് സാരാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.